നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ കത്തിക്കയറുകയാണ്. പാർട്ടി പുറത്താക്കിയെങ്കിലും പാർട്ടിക്ക് വേണ്ടി തനിക്കാകുന്ന വിധമൊക്കെ പണിയെടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹം ഒരു നമുക്ക് സീരീസ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ വീഡിയോകൾ ഇപ്പോൾ ഇടുന്നുണ്ട്. ആ വീഡിയോകളിൽ മുഖ്യമന്ത്രിയോടുള്ള ചോദ്യങ്ങളാണ്, സർക്കാരിനെതിരെയുള്ള കൂരമ്പുകളാണ്. ആദ്യമായി പങ്കുവച്ച വീഡിയോ SDPIയുമായുള്ള LDF ബന്ധം, അതായത് SDPI വോട്ട് വേണ്ട എന്ന് മുഖ്യമന്ത്രി പറയാൻ തയ്യാറാകാത്തതിനെതിരെയും മാത്രമല്ല മുതിർന്ന നേതാക്കളായ V ശിവൻകുട്ടിയും തോമസ് ഐസക്കും ഒക്കെ SDPI വോട്ട് അതിനോടുള്ള ചോദ്യത്തോട് പ്രതികരിച്ച പ്രതികരണമൊക്കെ വിമർശിച്ചായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം വീഡിയോ പങ്കുവച്ചത്. അതിനുശേഷം LDF RSS ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ഇനിയും പങ്കുവയ്ക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരിക്കുന്നു മറ്റൊരു വീഡിയോ. അതിൽ വയനാട് ദുരന്തത്തെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത്. നിർണായകമായ ചോദ്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. വയനാട് ദുരന്തത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന 778 കോടി രൂപ കൊണ്ട് സർക്കാർ എന്ത് ചെയ്തുവെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോദ്യം. രാഹുലിന്റെ ആ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനു മുന്നേ നമുക്ക് നോക്കാം എത്രത്തോളം സ്വീകാര്യതയുണ്ട് രാഹുലിന്റെ ഈ പുതിയ രീതിക്ക് എന്നതാണ്. അതായത് ഈ രീതി, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താണ്. ഡയറക്റ്റ് അദ്ദേഹത്തിന് ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് ചെല്ലാൻ സാധിക്കില്ല. നമുക്കറിയാം, രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ തനിക്ക് കഴിയാവുന്ന വിധത്തിൽ തനിക്ക് ഏത് രീതിയിൽ സർക്കാരിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയുമെന്ന മാർഗം അവലംബിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കൃത്യവും വ്യക്തവുമായിട്ടാണ് രാഹുൽ ഓരോ കാര്യങ്ങളും പറയുന്നത്, ചോദിക്കുന്നതെന്നാണ് ഇതിന്റെ കമന്റ് ബോക്സുകളിൽ ജനങ്ങൾ കുറിക്കുന്നത്. മോനെ, നിന്നിലെ നേതാവിനെ നാടിന് വേണം, എത്രയും പെട്ടെന്ന് മടങ്ങി വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നവരുണ്ട്. നിങ്ങളുടെ വീഡിയോസ് എല്ലാ ദിവസവും വേണം. പിണറായിയുടെ അഴിമതി എല്ലാം പുറത്തു കൊണ്ടുവരണം. സ്വപ്ന സുരേഷ് മുതൽ ശിവശങ്കർ, മാസപ്പടി, സ്പ്രിംഗ്ലർ, PP കിറ്റ് എക്സെട്ര ഊരാളുകൾ നിയമപരമായിട്ടുള്ള ഒരു അഴിമതിയാണ്. അതുപോലെ കുറെ പാലങ്ങൾ, ഹോസ്പിറ്റലുകൾ ഒക്കെ മഴ പെയ്തപ്പോൾ തകർന്നു വീണിട്ടുണ്ട്. എല്ലാം ചോദിക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് ആവശ്യപ്പെടുന്നവരുണ്ട്. ഇത്തരത്തിൽ വീഡിയോ ചെയ്യുമ്പോൾ തീർത്തും കമന്റ് ബോക്സിലൊക്കെ ഗർഭ കമന്റ് ഇട്ടുപോകുന്ന ചിലരുണ്ട്. കാര്യമാക്കേണ്ട അവറ്റകൾക്ക് അല്ലാതെ ഉത്തരം വേണ്ടേ? നിങ്ങളുടെ ഈ ശബ്ദം എന്നും CPM ഒരു ഭയമാണ് എന്ന് പറയുന്നവരുണ്ട്. രാഹുൽ, നിങ്ങൾ തകർക്കൂ, ഇതുപോലെ പൊളിച്ചടുക്കൂ എന്ന് പറയുന്നവരുണ്ട്. പാർട്ടിയിൽ ഇല്ലാതിരുന്നിട്ടും ഇങ്ങനെയാണെങ്കിൽ പാർട്ടിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും? വെറുതെയല്ല പിണറായിയും ടീമും താങ്കളെ ഒതുക്കാൻ കള്ളക്കളികൾ നടത്തിയത്. തിരിച്ചു വരിക പൂർവാധികം ശക്തിയോടെ എന്ന് പറയുന്നവരുണ്ട്. മാത്രമല്ല, നിങ്ങളെ ഇപ്പോൾ പാർട്ടി മിസ് ചെയ്യുന്നു എന്ന് പറയുന്നവരുണ്ട്. കൃത്യവും വ്യക്തവുമാണ്. സ്വരാജിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യഥാർത്ഥ ശവം തൂക്കികൾ ഇടതുപക്ഷമാണെന്ന് ഈ കണക്കുകൾ പറയാതെ പറയുന്നുവെന്നാണ് മറ്റൊരാൾ കുറിക്കുന്നത്. കണക്ക് ചോദിക്കും, ഉത്തരം തന്നേ പറ്റൂ കമ്മികളെ എന്ന ഒരു കമന്റ് കൂടി വരുന്നുണ്ട്. എന്തായാലും രാഹുലിന്റെ ഈ വീഡിയോയിലൂടെയുള്ള ഈ പ്രതിരോധത്തിന്, സർക്കാരിനെതിരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വലിയ സ്വീകാര്യത കിട്ടുന്നു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് രാഹുൽ പറഞ്ഞതെന്ന് നോക്കാം. സർക്കാർ പൂർത്തീകരിച്ച ഒരു വീട്ടിലെങ്കിലും താമസിക്കുന്ന, അതായത് വയനാട് ദുരന്തത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന 778 കോടി രൂപ, അതുകൊണ്ട് സർക്കാർ എന്തു ചെയ്തുവെന്നാണ് രാഹുലിന്റെ ചോദ്യം. സർക്കാർ പൂർത്തീകരിച്ച ഒരു വീട്ടിലെങ്കിലും താമസിക്കുന്ന മനുഷ്യനെ കാണിച്ചു തരാമോ എന്നും രാഹുൽ ചോദിക്കുന്നുണ്ട്. 178 വീടുകൾ കൈമാറുന്ന ചടങ്ങ് മാത്രം നടത്തി അത് PR വർക്കാണ്. ഒരു വീട്ടിലും ആളുകൾക്ക് താമസിക്കാനുള്ള അടിസ്ഥാന സൗകര്യമില്ല. ഒരു വീട്ടിൽ പോലും ആൾതാമസമില്ല. 299 കോടി ടൗൺഷിപ്പിന് നീക്കിവെച്ചു. അത് ടെൻഡർ ഇല്ലാതെ ഊരാളുംകുലിന് കൊടുത്തു. ടൗൺഷിപ്പ് നിർമ്മാണത്തിന് ഇത്രയധികം തുക ആവശ്യമില്ല. ബാക്കി തുക CPMകാർ വയറു നിറയ്ക്കാൻ ഉപയോഗിക്കുന്നതാണോ? എല്ലാ കണക്കിലും ഓഡിറ്റ് വേണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണങ്ങൾക്ക് വീഡിയോയിലൂടെയാണ് രാഹുലിന്റെ മറുപടി. കർണാടക സർക്കാരും പ്രതിപക്ഷവും അടക്കം ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയതാണ്. വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ കൃത്യമായ കണക്ക് പോലും സർക്കാരിന്റെ കയ്യിൽ ഇല്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു. കോൺഗ്രസിന്റെ വീടിനായി ഭൂമി കിട്ടുന്നതിൽ താമസമുണ്ടായി. കോൺഗ്രസ് ആപ്പ് വഴി 4 കോടി സമാഹരിച്ചു. യൂത്ത് കോൺഗ്രസ് നേരിട്ട് സമാഹരിച്ച 1 കോടി 5 ലക്ഷം KPCCക്ക് കൈമാറി. ഈ പണം കൊണ്ട് മേപ്പാടിയിൽ ഭൂമി വാങ്ങി. വീട് നിർമ്മാണത്തിന്റെ പ്രാരംഭ ജോലികൾ നടക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് കണക്കുൾപ്പെടെ കൃത്യമാണ്. DYFI മുഖ്യമന്ത്രിക്ക് ഫണ്ട് കൈമാറിയതിൽ തട്ടിപ്പ് നടന്നു. ചെക്ക് കൈമാറിയ ശേഷം 10 മാസം കഴിഞ്ഞാണ് തുക നൽകിയത്. 20 കോടി അക്കൗണ്ടിൽ മാസങ്ങളോളം സൂക്ഷിച്ചതിന്റെ പലിശ എവിടെയാണ്? എല്ലാത്തിലും ഓഡിറ്റ് വേണം. ഓഡിറ്റ് ചെന്നെത്തുക സംസ്ഥാന സർക്കാരിലേക്കാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കുന്നു. എന്തായാലും പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ സർക്കാരിനോട് നിർണായകമായ ചോദ്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചിരിക്കുന്നത്. ദുരിതബാധിതർക്ക് സർക്കാർ നിർമ്മിച്ച വീടിന് ചെലവായ തുകയും കരാർ നൽകിയ തുകയും തമ്മിലുള്ള വ്യത്യാസമാണ് രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നത്. ടെൻഡർ ഇല്ലാതെ 299 കോടി രൂപയ്ക്ക് ഊരാളുംകുലിന് കരാർ നൽകി. 410 വീടുകൾ അടങ്ങുന്ന ടൗൺഷിപ്പിന് ചെലവാകുന്നത് 150 കോടി. ബാക്കി തുക എവിടെ പോയി? ഇതാണ് രാഹുൽ മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം. വീട് എവിടെ എന്ന ചോദ്യം ചോദിക്കേണ്ടത് സർക്കാരിനോടാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ വീഡിയോയിൽ പറയുന്നത്. വയനാട് പുനരധിവാസത്തിനായി
കേരളം 778 കോടി രൂപ അടച്ചത് സർക്കാരിന്റെ CMDRF-ലേക്കാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് PR-നായി വീട് കൈമാറ്റം നടത്തി. പൂർത്തീകരിച്ച വീട്ടിൽ ആർക്കും താമസിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. വീടുകളിൽ വൈദ്യുതിയും പ്ലംബിംഗ് ജോലി ബാക്കിയാണെന്നും രാഹുൽ വീഡിയോയിൽ പറയുന്നുണ്ട്. വയനാട്ടിൽ ടൗൺഷിപ്പിനായി 150 കോടിയിലധികം ചെലവ് വരില്ല, ബാക്കി തുക സർക്കാർ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന തീപാറുന്ന ചോദ്യങ്ങൾ രാഹുൽ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. വയനാട്ടിൽ വീട് നഷ്ടമായവരുടെ എണ്ണം 487. 85 പേർ വീട് വേണ്ടെന്ന് പറഞ്ഞു. നഷ്ടപരിഹാരമായി 85 പേർക്ക് 15 ലക്ഷം രൂപ നൽകി. അപ്പോൾ ഒരു വീട് കണക്കാക്കുന്നത് 15 ലക്ഷം രൂപ. സർക്കാർ 410 വീടുകൾ നിർമ്മിക്കുമ്പോൾ ചെലവാകുന്നത് 61 കോടി രൂപ. സ്ഥലം നന്നാക്കാനും 20 ലക്ഷം കൂട്ടിയാലും 82 കോടി രൂപ. ടൗൺഷിപ്പിന് 150 കോടി ചെലവാക്കിയാലും 299 കോടി രൂപയിൽ ബാക്കി 149 കോടി എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? എന്തായാലും തന്റെ വീഡിയോയിൽ സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഡിവൈഎഫ്ഐയും രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐ 2025 ഏപ്രിലാണ് 20 കോടിയുടെ ചെക്ക് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് എന്നതടക്കമുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ, അതുമായി ബന്ധപ്പെട്ട് നാടൊന്നു ചേർന്നാണ് അത്തരത്തിൽ ആ ഒരു വയനാട്ടിലെ ജനതയ്ക്ക് ഉറ്റവരെ നഷ്ടമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നഷ്ടമായ ജനതയ്ക്ക് വേണ്ടി കയ്യും മെയ്യും മറന്ന് നാടൊന്നിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്നത്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ദുരന്തബാധിതരെ സഹായിക്കാൻ പണം നൽകാതെ കോൺഗ്രസും BJPയും എന്ന ആരോപണമൊക്കെ നേരത്തെ ഉയർന്നിരുന്നു. ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുകൂട്ടരും തുക നൽകിയില്ല എന്ന് വിവരാവകാശ രേഖയിൽ നിന്ന് വ്യക്തമായിരുന്നു. വയനാട് MP ആയിരുന്ന രാഹുൽ ഗാന്ധിയും നിലവിലെ MP പ്രിയങ്ക ഗാന്ധിയും പണം നൽകിയില്ല എന്നതടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. എന്തായാലും ആ ഒരു കാര്യം അങ്ങനെ നിൽക്കവേ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ചോദ്യവുമായി രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്ത് വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ SDPI വോട്ട് വേണ്ട എന്ന് പറയാൻ ആർജവമുണ്ടോ? പാലക്കാട് SDPIയുടെ വോട്ട് വേണ്ട തനിക്ക് ജയിക്കാൻ എന്ന് പറഞ്ഞ ആർജവം കാണിച്ച വ്യക്തിയാണ് താൻ. അത്തരത്തിലൊരു ആർജവം കാണിക്കാൻ LDFന് സാധിക്കുമോ എന്ന ചോദ്യം, അത്തരത്തിലൊരു ചോദ്യവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വയനാട് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കളന്നിറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരണം എന്നതും ഏറ്റവും നിർണായകമായ ചോദ്യമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.